Hey guys, welcome back to my YouTube channel. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് വരെ പോവാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ കുറച്ച് പേരുടെ ഉണ്ട്. വേറെ ആരുമല്ല, അൽച്ചൻ്റെ കസിൻസിൻ്റെ ഫാമിലിയൊക്കെയാണ്. അപ്പം ഞങ്ങൾ 3 പേരും റെഡിയായി ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ടൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് നല്ല ജലദോഷമുണ്ട്, തലവേദനയുണ്ട്, ചുണ്ടൊന്ന് മുറിഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെ മുറിഞ്ഞെന്നൊക്കെ വഴി വരുന്ന വീഡിയോസിൽ പറയാട്ടോ. അപ്പം സംസാരിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടോ. ഞങ്ങളുടെ 5ാമത്തെ തവണ എന്താണ് വരുന്നത്. ഓരോ തവണ വരുമ്പോഴും ഇവിടെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. എന്നാലും ഓരോ തവണ വരുമ്പോഴും ഒരു പുതുമയുടെ ഒരു കൗതുകലേശം കൂടുതലാണ് സാറേ. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ചിട്ടു. നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഒരു ചായ കുടിക്കാൻ കൊത്തിയായിട്ട് വയ്യായിരുന്നുണ്ടോ. കുറേ അന്വേഷിച്ചു നമ്മുടെ നാട്ടിലെ ചായ എവിടെ കിട്ടുന്നു. എവിടെയും നമ്മുടെ നാട്ടിലെ ചായ കിട്ടാനില്ല കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം നമ്മുടെ നാട്ടിലെ ചായ വേണമെങ്കിൽ. പിന്നെ ഇത്തവണ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞാനൊരു ഗ്ലോബൽ വില്ലേജിൻ്റെ വിസിറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ തപ്പി അതാ അവിടെ ഒരു ഇന്ത്യൻ ചെഫ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചായയും കുടിച്ചു, ഒരു പാനിപൂരിയും കഴിച്ചു കേട്ടോ. ആ ചായ കുടിച്ചപ്പോൾ തന്നെ ഒരു സമാധാനമായി. പിന്നെ വീണ്ടും ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. അപ്പം ആണെങ്കിൽ നമ്മൾ വണ്ടലയിലൊക്കെ പോകുമ്പം എന്താ പറയുക, ഒരിതിൽ അതായത് നമ്മൾ ഉള്ളിലോട്ട് കിടന്ന് ഫുള്ളിരുട്ട്, ഭയങ്കര പേടിപ്പിക്കുന്ന സൗണ്ട്, ഓരോ സൈഡിൽ നിന്നും ഓരോ രൂപങ്ങൾ വന്ന് നമ്മളെ പേടിപ്പിക്കും. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ് അതാ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിയുടെ കൂടെ ഞാനും കൂടി കയറി. ആമിക്കുട്ടി കയറിയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ കണ്ണ് തുറക്കില്ല, ഞാൻ കണ്ണടച്ചിരിക്കത്തുള്ളത്. പിന്നെ എനിക്ക് വീട്ടിൽ ഭയങ്കര പേടിയാണ്. കുറേ സമയം കണ്ണ് തുറന്നെങ്കിൽ കുറച്ച് സമയമൊക്കെ കണ്ടച്ചൊക്കെ ഇരുന്ന് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങി. പിന്നെ ഗ്ലോബൽ വില്ലേജിൽ വരുന്ന പ്രധാന ഉദ്ദേശം എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ കരുതിയിട്ടാണ്. പക്ഷെ വലുതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് അറബീസിൻ്റെ ഒരു പ്രത്യേക ഡിഷാണ് കേട്ടോ. എന്താണ് പേരെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഇതിനെ എടുത്ത് ഉണ്ണിയപ്പം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇത് വാങ്ങിച്ചാൽ കഴിക്കാൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവിച്ചൊക്കെ തരും. പല ഫ്ലേവറുകൾ ഒഴിച്ചു തരും. എനിക്ക് ഈ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇഷ്ടം. ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന റിവർലാൻഡിൽ പോയപ്പോഴാണ്. അവിടെ കുറച്ചിട്ട് ഡാർക്ക് കളറായിരുന്നു. ഇവിടെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്യൂ ആണ് ഇത് വാങ്ങിക്കാൻ. അതുകൊണ്ട് തന്നെ അധികം ഡാർക്ക് ആവാൻ അവർ നോക്കി നിൽക്കാറില്ല. പിന്നെ വരുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം നമ്മൾ കണ്ട കോൺ ഇങ്ങനെ ചുട്ടിട്ട് ഉപ്പും മുളകും നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിക്കാൻ. അപ്പം അതെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞാനും അൽച്ചേനും അല്ലിക്കുട്ടിയും കൂടി അനിയന്മാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് UN നാഷണൽ ഡേ പ്രമാണിച്ച് 4 days ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അനിയന്മാർ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവന്മാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവന്മാർ പിക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. മറ്റവരൊക്കെ അബുദാബിക്ക് തിരിച്ചും പോയി. അല്ലിക്കുട്ടിക്ക് അവളുടെ മാമന്മാരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിലും അവളും ഞങ്ങളുടെ 2 പേരുടെ മുഖം കണ്ട് മടുത്തിരിക്കുകയാണ്. വേറെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ പോകുമ്പോൾ ഭയങ്കര കരച്ചിലും നിലവിളിയും ഒക്കെയാണ്. അപ്പോൾ അവന്മാർ അവിടെ ഫ്ലാറ്റിന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല ഓഫറൊക്കെയാണ്. എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കാൻ വേണ്ടി അവിടെ കയറി എന്തൊക്കെയോ വാങ്ങി. പിന്നെ കാൽസാന റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അനിയന്മാർ ഭയങ്കര ചില്ലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കാറിൽ ഭയങ്കര ചില്ലിങ്ങായിരുന്നു. അല്ലിക്കുട്ടി കൈകൊട്ടികളും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ, സീ യു.